ഒരർത്ഥവുമില്ല. ഇത് വളരെ സിമ്പിൾ ആണ്. ഓക്സിജനും ബ്ലഡ് സർക്കുലേഷനും കൃത്യമായ രീതിയിൽ കൊണ്ടുപോയാൽ നിങ്ങളുടെ പ്രശ്നം സോൾവ് ആകും. മാഗ്നറ്റ് നിങ്ങളുടെ ശരീരത്തെ ഹീൽ ചെയ്യും. നമ്മുടെ ഭൂമി തന്നെ ഒരു മാഗ്നറ്റ് ആണ്. ഭൂമിയിലെ നോർത്ത് പോളും സൗത്ത് പോളും മാഗ്നറ്റിക് ഫ്രീക്വൻസി റിലീസ് ചെയ്യുന്നു. അതിനാലാണ് ഭൂമിയിൽ ജീവജാലങ്ങൾ ഉള്ളത്. സുഹൃത്തുക്കളെ, ബയോമാഗ്നറ്റിസത്തിന്റെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെ കുറിച്ച് അറിയുന്നതിന് മുൻപേ ആദ്യം നമ്മൾ നമ്മുടെ ഭൂമിയെ കുറിച്ച് അറിയണം. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മാഗ്നറ്റിസത്തെ കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ച് പല ടെക്സ്റ്റ് ബുക്കുകളിലൂടെയും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. 7th, 8th, 9th, 10th ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ മാഗ്നറ്റിസത്തിന്റെ ഇന്നർ കോർ, ഔട്ടർ കോറുകളെ കുറിച്ചൊക്കെ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. നമ്മുടെ മെമ്മറിയൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ ഞാൻ ഒരിക്കൽ കൂടി അത് പറയാം. ആദ്യം നമ്മൾ നമ്മുടെ ഭൂമിയെക്കുറിച്ച് മനസ്സിലാക്കണം. നമ്മുടെ ഭൂമി എന്താണ്, അതെങ്ങനെയാണ് മാഗ്നറ്റിക് ഫ്രീക്വൻസി റിലീസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ എന്റെ മുന്നിൽ ഒരു ഗ്ലോബ് ഉണ്ട്. ഭൂമിയുടെ ഫംഗ്ഷനിങ് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഭൂമിക്ക് പലതരത്തിലുള്ള ലെയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഭൂമിയുടെ ഔട്ടർ കോറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതാണ് ഭൂമിയുടെ ഔട്ടർ കോർ. ഇത് ഭൂമിയുടെ ഏകദേശം 5000 കിലോമീറ്റർ ഉള്ളിലാണ്. അവിടെ ഒരു ഹോട്ട് അയൺ നിക്കൽ സമുദ്രമുണ്ട്. അത് ഒരു 6000 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്. ഇപ്പോൾ 6000 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ സിമ്പിൾ ലാംഗ്വേജിൽ പറയാം. 1500 ഡിഗ്രി സെൽഷ്യസിൽ